ഇനി തലസ്ഥാനത്തേക്ക് പോകുന്നു. അഷിൻ ഡിയേഗോ വിവരങ്ങളുമായി. അഷിൻ ഡിയേഗോ, തലസ്ഥാനത്തും സമരം പൂർണ്ണമായിരിക്കും. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? KSRTC ബസ് ഓടുന്നുണ്ടോ? KSRTC ബസ് ഓടാൻ അനുവദിക്കില്ല എന്ന് ഒരു വശത്ത് പാർട്ടി പറയുന്നു. അതേസമയം മന്ത്രി ഗണേഷ് കുമാർ KSRTC ബസ് ഓടിക്കും എന്നുള്ള ഒരു നിലപാടെടുക്കുന്നു. ഈ സാഹചര്യത്തിൽ എത്രത്തോളം ബസ് സർവീസ് നടക്കുന്നുണ്ട്? എന്താണ് തലസ്ഥാനത്തെ കാഴ്ച? സ്മൃതി, തലസ്ഥാന നഗരിയിൽ എന്തായാലും KSRTC ബസ്സുകൾ അധികമായി സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, രാവിലെ ചിലയിടങ്ങളിൽ ബസ്സുകൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാനുള്ളത് റെയിൽവേ സ്റ്റേഷൻ, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ്. ഇവിടെ നിന്നും വലിയ തരത്തിൽ യാത്രക്കാർ രാവിലെ എത്തിയിരുന്നു. അവർക്ക് വേണ്ടി പോലീസിന്റെ വാഹനങ്ങൾ ഇവിടെ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട്. രാവിലെ 2 പോലീസ് ബസ്സുകൾ വീതമാണ് ഇപ്പോൾ യാത്രക്കാർക്ക് മെഡിക്കൽ കോളേജ്, RCC പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി പോലീസിന്റെ 2 ബസ്സുകളുണ്ട്. ഒപ്പം തന്നെ തൊട്ടപ്പുറത്തായി ആംബുലൻസുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ 7ഓളം ആംബുലൻസുകളാണ് രോഗികൾക്ക് വേണ്ടി ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അവർക്ക് ഏത് ആശുപത്രിയിലേക്കാണോ പോകേണ്ടത് അവിടേക്ക് പോകാനുള്ള സൗകര്യം സേവാഭാരതിയുടെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, സ്വകാര്യ വാഹനങ്ങൾ, സ്വകാര്യ വ്യക്തികൾ അവരുടെ വാഹനങ്ങളും ഇത്തരത്തിൽ വിട്ടു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. രാവിലെ മുതൽ തന്നെ പലരും കാറുകളിലെത്തി യാത്രക്കാർക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു നൽകുന്നുണ്ട്. ഓട്ടോറിക്ഷകൾ ഓടുന്നുണ്ട്. മറ്റ് സ്വകാര്യ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങളും മറ്റ് കാറുകളും എല്ലാം തന്നെ ഉണ്ട്. എങ്കിൽ പോലും KSRTC ബസ് സർവീസുകൾ തമ്പാനൂരിൽ നിന്നും ഒരു ബസ്സും ഇതുവരെ സർവീസ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ദീർഘദൂര ബസ്സുകളൊന്നും തന്നെ പോയിട്ടില്ല. പക്ഷേ നെയ്യാറ്റിൻകരയിലേക്കുള്ള ബസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തമ്പാനൂരിൽ നിന്നും പോകുന്നുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിലേക്ക് സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ KSRTC തമ്പാനൂർ ഭാഗത്തു നിന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ, ചിലയിടങ്ങളിൽ ബസ്സുകൾ തടയുകയും നേരിയ തോതിൽ സംഘർഷമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം സംഘർഷമുണ്ടായത് പേരൂർക്കട ഡിപ്പോയിലാണ്. ഇവിടെ KSRTCയുടെ സ്വിഫ്റ്റ് ഇലക്ട്രിക് ബസ്സുകൾ ചാർജ് ചെയ്യുന്നതിനു വേണ്ടി പാപ്പനംകോടേക്ക് എത്തിക്കാൻ ഡ്രൈവർ എത്തിയിരുന്നു. ഈ ഡ്രൈവറെ സമരാനുകൂലികൾ തടഞ്ഞു വെച്ചിരുന്നു. പിന്നീട് പോലീസ് എത്തിയാണ് ഇവരെ മാറ്റിയത്. മറ്റൊന്ന്, ആറ്റിങ്ങലിൽ ഇത്തരത്തിൽ വലിയ തരത്തിലൊരു സമരക്കാരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഒരു ഘട്ടത്തിൽ കയ്യാങ്കളിൽ വരെ എത്തി എന്നുള്ളതാണ്. ആറ്റിങ്ങലിൽ സമരാനുകൂലികൾ വഴിയിൽ പോയ വാഹനങ്ങളും KSRTC ബസ്സുകളുമൊക്കെ തടഞ്ഞിരുന്നു. മറ്റൊന്ന്, കാട്ടാക്കടയിൽ പൊന്മുടി നെയ്യാറ്റിൻകര ഡിപ്പോ സർവീസ് നടത്തുന്ന ബസ്സിലെ കണ്ടക്ടറെ സമരാനുകൂലികൾ കൈകാര്യം ചെയ്തു അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്തു എന്നൊരു പരാതി വന്നിട്ടുണ്ട്. പാറശാലയിലെ ഡിപ്പോകളിൽ ബസ്സുകൾ തടഞ്ഞിരുന്നു. അതുപോലെ തന്നെ നെയ്യാറ്റിൻകര ഡിപ്പോയിൽ ബസ്സുകൾ തടഞ്ഞു. അങ്ങനെ വിവിധ ഡിപ്പോകളിൽ ബസ്സുകൾ തടഞ്ഞതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു അധ്യാപകന് നേരെ സമരക്കാർ അധ്യാപകനെ മർദ്ദിച്ചതായി ഒരു പരാതി കൂടി വരുന്നുണ്ട്. ആറ്റിങ്ങൽ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകനെയാണ് ഈ സമരാനുകൂലികൾ മർദ്ദിച്ചത് എന്നുള്ളതാണ്. ജോലിക്കെത്തിയ അധ്യാപകനെ സമരക്കാർ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ബാക്കി എല്ലായിടത്തും സമാധാനപരമായി നീങ്ങുമ്പോൾ തലസ്ഥാനത്തു നിന്നും സംഘർഷത്തിന്റെ വിവരങ്ങളുണ്ട്.